Alhamdulillah, na'buduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ, ഭാവിയിൽ അവർക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ, അവർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എല്ലാം ആ സമുദായത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഓർമ്മപ്പെടുത്തി. ഏതൊക്കെ കാര്യത്തിൽ നിന്നാണ് അവർ പേടിക്കേണ്ടത്, ഏതൊക്കെ ദുശ്ശക്തികളിൽ നിന്നാണ് അവർ രക്ഷ ചോദിക്കേണ്ടത്, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നറിയിപ്പ് നൽകി. ആ പ്രവാചക ദൗത്യത്തിൻ്റെ ഒരു ചിത്രം സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ ദൂതരെ, പ്രവാചകരെ, ഇന്നാ അർസൽനാക, താങ്കളെ നാം നിയോഗിച്ചയച്ചിരിക്കുന്നു, ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, സത്യത്തിന് സാക്ഷിയായിക്കൊണ്ടും സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടും മുന്നറിയിപ്പ് നൽകുന്നവനുമായി, വദാഇയൻ ഇലല്ലാഹ്, പടച്ചവൻ്റെ അടുക്കലേക്ക് പ്രബോധനം നിർവഹിക്കുന്ന ഒരു പ്രബോധകനായി, ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, പടച്ചവൻ്റെ അനുമതിയോടും തൗഫീഖോടും കൂടി അവൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്ന ഒരു പ്രബോധകനായി, വസിറാജ മുനീറ, അതുപോലെ തന്നെ തിളങ്ങുന്ന പ്രകാശിക്കുന്ന ഒരു വിളക്കായി, മാനവകുലത്തിന് മാർഗദർശനം നൽകുന്ന ഒരു വിളക്കായി താങ്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിരിക്കുന്നു. ഇങ്ങനെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ ഒട്ടനേകം കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വളരെ അപകടകരമായി
ഒരു മുസ്ലിമിന് പരീക്ഷണമായി അള്ളാഹു നിശ്ചയിച്ച ഒന്നാണ് മസീഹ് ദജ്ജാൽ. എല്ലാ നമസ്കാരങ്ങളിലും ഒടുവിലെ തശഹുദിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വമമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇത് നമ്മളെപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എല്ലാ നമസ്കാരത്തിലും. എന്താണ് ഈ മസീഹിദ് ദജ്ജാൽ? എന്താണ് പ്രവാചകൻ ആ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത്? അതാണ് ഇന്ന് എൻ്റെ ഖുത്ബയുടെ വിഷയം. ഒരു വലിയ വിഷയമാണ്, പക്ഷെ ചുരുക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യ സംഭവ പരമ്പരകളിൽ മനുഷ്യ കുലത്തിന് ഏറ്റവും അപകടകരമായ, ഏറ്റവും വലിയ ഒരു സംഭവം മസീഹ് ദജ്ജാലിനെ പോലെ ഇല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഹിശാം ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മാ ബൈന ഖൽഖി ആദമ ഇലാ യൗമിസ് ഖിയാമിസ് സഅ മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സഅ അംറുൻ അക്ബർ മിനദ് ദജ്ജാൽ. ആദം നബിയാണല്ലോ ആദ്യത്തെ മനുഷ്യൻ. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇലാ ഖിയാമിസ് സഅ, ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നത് വരെയുള്ള സംഭവങ്ങളിൽ അക്ബർ, ഏറ്റവും വലിയ സംഭവം അത് മസീഹ് ദജ്ജാലിൻ്റെ സംഭവമാണ്. അതിനേക്കാൾ വലുത് വേറെയില്ല. അപ്പോൾ ഏറ്റവും വലിയ ഒരു ദുരന്തമായി മനുഷ്യ സമൂഹത്തിൻ്റെ മേൽ വരുന്ന ഒരു പരീക്ഷണമാണ് മസീഹ് ദജ്ജാൽ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും മസീഹ് ദജ്ജാലിൽ നിന്ന് ജനങ്ങളെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബുഇസ നബിയ്യുൻ, ഒരു പ്രവാചകനും ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ അൻദറ ഉമ്മതഹു, തൻ്റെ സമുദായത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടല്ലാതെ. ആരെക്കുറിച്ച്? അൽ അഅ്വർ അൽ കദ്ദാബ്, കോങ്കണ്ണനും കണ്ണിന് തകരാറുള്ളവനും വലങ്കണ്ണിന് തകരാറുള്ളവനും, അൽ കദ്ദാബ് നുണയനുമായ, കളവ് പറയുന്നവനുമായ, കള്ളനുമായ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ ഒരു പ്രവാചകനും കടന്നുപോയിട്ടില്ല. അപ്പം അള്ളാഹു നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരും ഈ മസീഹുദ് ദജ്ജാലിൽ നിന്ന് അവരവരുടെ സമുദായത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ദജ്ജാൽ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ മഹ്ദിയുടെയും അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വരവ്, ആ സമയത്താണ് മസീഹുദ് ദജ്ജാലിൻ്റെ പുറപ്പാട് സംഭവിക്കുക എന്നും ഹദീസിൽ കാണാൻ കഴിയും. അതിൻ്റെ വിശേഷണമായി ഈ മസീഹുദ് ദജ്ജാലിനെ തിരിച്ചറിയാൻ ചില വിശേഷണങ്ങൾ, ചില ലക്ഷണങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് ഷാബ്, അവൻ യുവാവായിരിക്കും, ചെറുപ്പക്കാരനായിരിക്കും. അഹ്മർ, കറുത്ത വർഗ്ഗക്കാരനായിരിക്കും. ജസീം, തടിമാടനായിരിക്കും, നല്ല ശരീര കായബലമുള്ള ഒരാളായിരിക്കും. പിന്നെ ജഫാലു ഷർ, ഇടതൂർന്ന മുടിയായിരിക്കും. അതായത് പാറിപ്പറക്കുന്ന തരത്തിലുള്ളതല്ല, ഇടതൂർന്ന മുടിയായിരിക്കും. അഅ്വർ, വലത്ത് കണ്ണിന് വളവുള്ള അഥവാ കോങ്കണ്ണുള്ളവനായിരിക്കും ഈ ദജ്ജാൽ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലൈസ ബിഅവറ, ഈ ഭൂമിയിൽ വന്ന് ഇവൻ അവകാശപ്പെടുക, ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അനല്ലാ, ഞാനാണ് അല്ലാഹ് എന്നാണ് ദജ്ജാൽ അവകാശപ്പെടുക. ഏറ്റവും വലിയ ഫിത്ന അതാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുന്ന തരത്തിലുള്ള മഹാ അത്ഭുതങ്ങൾ അവൻ കാണിക്കും. അപ്പോൾ ഉറച്ച വിശ്വാസവും അള്ളാഹുവിൽ തവക്കലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ അവൻ്റെ പിന്നാലെ കൂടും, അവൻ്റെ അനുയായികൾ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവൻ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കണ്ണ് ശ്രദ്ധിച്ചാൽ മതി. കാരണം അള്ളാഹുവിന് ഒരിക്കലും ന്യൂനതയില്ല, അള്ളാഹുവിന് വീഴ്ചകളില്ല, അള്ളാഹുവിന് വൈകല്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇന്നല്ലാഹ ലൈസ ബിഅവറ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കണ്ണിന് തകരാറുള്ളവരല്ല.
അലാ ഇന്നൽ മസീഹ ദജ്ജാൽ അഅ്വറുൽ ഐൻ അൽ യുംന, അവൻ്റെ വലത്തെ കണ്ണ് അവൻ വളഞ്ഞ അഥവാ ദിശ തെറ്റിയിട്ടുള്ള കണ്ണാണ് അവൻ്റെ വലത്തെ കണ്ണ്. കാന്നഹു ഇനബത്തുൻ താഫിഹ, അതൊരു പുറത്തേക്ക് ഉന്തിയുള്ള ഒരു മുന്തിരി പോലെ, ഒരു മുന്തിരിക്കൊല ഒന്നായിട്ട് എടുത്ത് അതിൽ നിന്ന് ഒരു മുന്തിരി മാത്രം പുറത്തേക്ക് തെറിച്ച് നിന്നാൽ പ്രത്യേകമായി അതിനെ കാണാവുന്നത് പോലെയുള്ള ഒരു മുന്തിരിയായിരിക്കും അവൻ്റെ കണ്ണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി, ബുഖാരിയും മുസ്ലിമും രണ്ടുപേരുടെയും നിബന്ധനയൊത്ത ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹി എന്ന് നമ്മൾ പറയാം. ആ ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയുള്ള ഹദീസുകളാണ് മുത്തഫഖുൻ അലൈഹി ഹദീസ്. ഈ ഹദീസിലാണ് ഈ കാര്യം പരാമർശിച്ചിട്ടുള്ളത്. മാത്രമല്ല അവൻ്റെ കണ്ണുകളിൽ ഒന്ന് മംസൂഹ് അഥവാ ആ കണ്ണിൻ്റെ സ്ഥാനത്ത് നിന്ന് അതല്പം പതിഞ്ഞതായിരിക്കും. അവൻ യതൂഫുൽ അർള അലൈഹ, അവൻ ആ കണ്ണുപയോഗിച്ച് ഈ ഭൂമി മുഴുവൻ ചുറ്റിത്തിരിയും. വയംസഹുഹ ഫി 40 യൗമൻ, 40 ദിവസം കൊണ്ടാണ് ഈ ഭൂമിയിൽ മുഴുവനും അവൻ സഞ്ചരിക്കുക. ഒരു 40 ദിവസം. മാത്രമല്ല വളരെ കാലം മുതൽക്കേ ഇവൻ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ദജ്ജാൽ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഹാബികൾ ആ ദജ്ജാലിനെ കണ്ടിട്ടുണ്ട്. മഹബൂസൻ അഥവാ തടവിൽ കിടക്കുന്നവനായിട്ട്, യഖ്റുജു മിൻ ജിഹത്തി ഷർക്ക്, കിഴക്ക് ഭാഗത്തിൽ നിന്നാണ് അവൻ പുറപ്പെട്ടു വരിക. ഖുറാസാൻ അഥവാ സോവിയറ്റ് റഷ്യയുടെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഖുറാസാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നാണ് ഇവൻ പുറപ്പെടുക. മിൻ ബൽദത്തി അസ്ഫഹാൻ, അസ്ഫഹാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഖുറാസാനിൽ നിന്നാണ് ഈ മസീഹ് ദജ്ജാൽ പുറപ്പെടുക. യദ്ഖുലു ഫീ കുല്ലി ബൽദ, ഭൂമിയിലെ എല്ലാ നാടിലും അവൻ പ്രവേശിക്കും. 2 സ്ഥലമൊഴിച്ച്, ഇല്ല അൽ മക്ക വൽ മദീന. മക്കയിലേക്ക് പ്രവേശിക്കുവാനോ മദീനയിലേക്ക് പ്രവേശിക്കുവാനോ ഒരിക്കലും ഈ മസീഹ് ദജ്ജാലിന് സാധ്യമല്ല. കാരണം അവിടെയൊക്കെ ശക്തന്മാരായ കാവൽക്കാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഹദീസ് പിന്നീട് വരുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു ദജ്ജാലു മിൻ യഹൂദിയ്യത്തി അസ്ബഹാൻ, അസ്ബഹാനിലെ ജൂതവർഗത്തിൻ്റെ കൂട്ടത്തിൽ നിന്നാണ് ഈ മസീഹു ദജ്ജാൽ പുറപ്പെടുക. അഥവാ ജൂതന്മാരാണ് അവനെല്ലാ ഒത്താശയും ചെയ്യുക. ജൂതന്മാരാണ് ഈ ദജ്ജാലിൻ്റെ ആളുകളായി, അവൻ്റെ അനുയായികളായി പിന്നാലെ കൂടുക. 70 അൽഫൻ മിനൽ യഹൂദി, യഹൂദികളിൽ നിന്ന് 70,000-ഓളം ആളുകൾ അവൻ്റെ അനുയായികളായി കൂടെ ഉണ്ടാകും. അങ്ങനെ അലൈഹ സീജാൻ, ഇന്നും ജൂതന്മാരുടെ വസ്ത്രമായി ഒരു സീജാൻ, അവരുടെ ഒരു ഓവർ കോട്ട് നമുക്ക് ഗൂഗിളിലേക്ക് അടിച്ചു നോക്കിയാൽ കാണാം. സീജാൻ എന്ന് പറയുന്നത് അറബി പേരാണ്, അതൊരു പ്രത്യേക വസ്ത്രമാണ്. ആ രൂപത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ചവരായി 70,000-ഓളം ജൂതന്മാർ, ഇന്നും അവർ ഒരു വിശുദ്ധ വസ്ത്രമായി ജൂത റബ്ബിമാരും ജൂത പണ്ഡിതന്മാരും ജൂത നേതാക്കളും ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്ത്രമാണ് സീജാൻ എന്ന് പറയുന്ന ഒരു വസ്ത്രത്തിൻ്റെ മേലെ ഇടുന്ന ഒരു അങ്കി, മേലങ്കി എന്ന് പറയും. ആ വസ്ത്രം ധരിച്ചവരായി 70,000 ജൂതന്മാർ ഈ മസീഹു ദജ്ജാലിനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. മാത്രമല്ല തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറയാണ്, റഅൗ അദ്ദജ്ജാല വകല്ലമൂഹു, അവർ ഒരു ദ്വീപിൽ എത്തിപ്പെട്ടു. അവരുടെ യാത്രയിൽ, സമുദ്രയാത്രയിൽ അവർ ഒരു ദ്വീപിൽ എത്തിപ്പെട്ടു. ആ ദ്വീപിൽ വെച്ച് ഈ മസീഹു ദജ്ജാലിനെ കാണാനും അവനോട് സംസാരിക്കുവാനുമുള്ള അവസരം അവർക്കുണ്ടായി. ഖാലൽ മസീഹു ലഹും, ആ സമയത്ത് ദജ്ജാൽ അവരോട് പറഞ്ഞു, ഇന്നി അനൽ മസീഹ്, ഞാനാണ് ആ മസീഹ്, ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവൻ. വൈന്നി ഊശിക്കുവാൻ യൂദനലി ഫിൽ ഖുറൂജ്, ഇപ്പോൾ ഞാൻ തടവിലാണ്, എനിക്കിപ്പോൾ പുറപ്പെടാൻ അനുവാദമില്ല. പക്ഷേ ഭാവിയിൽ ഞാൻ ഇപ്പോൾ തടവിൽ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വരാൻ അനുവാദം ലഭിക്കും. ഫഅഖ്റുജു, അങ്ങനെ ഞാൻ പുറത്തു വരും. ഫഅസീറു ഫിൽ അർളി, ഭൂമിയിലെ എല്ലാ ഭൂഭാഗങ്ങളിലൂടെയും ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഫലാ അദഉ ഖറിയത്തിൻ ഇല്ലാ ഹബത്തുഹ, ഒരു ഗ്രാമം പോലും ഞാൻ കടന്നു ചെല്ലാത്ത ഗ്രാമമായി ഭൂമിയിലുണ്ടാവുകയില്ല. ഫി 40 ലൈല, 40 രാവ് കൊണ്ട്, 40 ദിവസം കൊണ്ട്. വൈറ മക്ക വ ത്വയ്ബ, ത്വയ്ബ എന്ന് പറഞ്ഞാൽ മദീനയുടെ വേറൊരു പേരാണ്. മക്കയിലും മദീനയിലും കടക്കാൻ എനിക്ക് സാധ്യമല്ല. ഫഹുമാ മുഹറമത്താനി, ആ അലാ കിൽത്താഹുമ, ആ 2 സ്ഥലവും എനിക്ക് പ്രവേശന അനുമതി ഇല്ലാത്ത സ്ഥലങ്ങളാണ്. കുല്ലമാ അറത്വാൻ അദ്ഖുല വാഹിദത്തൻ, മക്കയിലോ മദീനയിലോ കടക്കണം എന്ന് വിചാരിച്ച് ഞാൻ അതിന് പരിശ്രമിക്കുമ്പോൾ
ഇസ്തഖ്ബലനി മലക്കുൻ, എന്നെ ഒരു മലക്ക് നേരിടും. ബിയദിഹി സൈഫ്, ആ മലക്കിൻ്റെ കയ്യിൽ ഒരു വാള് ഊരി പിടിച്ചിട്ടുണ്ടാകും. സൽത്തൻ യസുദ്ദുനി അൻഹാ, ആ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും എന്നെ തടഞ്ഞു നിർത്തുന്ന വാൾ ഊരി പിടിച്ച ഒരു മലക്ക് എന്നെ പ്രതിരോധിക്കും. പിന്നെ അലാ കുല്ലി നഖ്ബി മിൻഹാ മലായിക, എല്ലാ പഴുതുകളിലും എങ്ങനെയെങ്കിലും ഒന്ന് മക്കയിലേക്കോ മദീനയിലേക്കോ കയറിക്കൂടാമെന്ന് പരിശ്രമിച്ചാൽ ആ കയറിക്കൂടുന്ന മുഴുവൻ പഴുതുകളിലും ശക്തന്മാരായ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. യഹ്റുസൂനഹ, ആ ഭൂപ്രദേശത്തിന് അവർ കാവൽ നിൽക്കും. മാത്രമല്ല പല ഖവാരിഖുൽ ആദാത്ത്, അത്ഭുതകരമായ സംഭവങ്ങൾ ഇവർ കാണിക്കും. ഈ 40 ദിവസം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ 40 ദിവസത്തിൽ ഒരു ദിവസം കസന, ഒരു വർഷത്തിൻ്റെ ദൈർഘ്യമാണ്. അതേ പ്രകാരം തന്നെ യൗമുൻ കശഹർ, അതിൽ ഒരു ദിവസം ഒരു മാസത്തിൻ്റെ ദൈർഘ്യമാണ്. വയൗമുൻ കഉസ്ബൂ, അതിൽ ഒരു ദിവസം ഒരാഴ്ചയുടെ ദീർഘമാണ്. ബാക്കിയൊക്കെ കൽ അയ്യാം മിസ്ല അയ്യാമിക്കും, നിങ്ങളുടെ ദിവസം പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവൻ്റെ കാര്യങ്ങളിൽ ഉള്ള അത്ഭുതകരമായ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നത്. ചില അത്ഭുതങ്ങളൊക്കെ അവൻ കാണിക്കും, അവൻ്റെ അഭൂതപൂർവമായ അത്ഭുതങ്ങൾ അവൻ കാണിക്കും. എന്താണ് ആ മസീഹുദ് ദജ്ജാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ, അന അഅലമു ബിമാ മഅൽ ദജ്ജാലി, ആ ദജ്ജാൽ കൊണ്ടുവരുന്ന അത്ഭുതങ്ങൾ എന്താണ് എന്ന് എനിക്ക് നിങ്ങളോട് എണ്ണി പറയാൻ സാധിക്കും. നെഹ്റാനി യജിരിയാനി, അവൻ വരുമ്പോൾ 2 പുഴകൾ, ഒരു ഒഴുകുന്ന 2 പുഴകൾ അവൻ കാണിക്കും, അവൻ വെട്ടിക്കേറി കാണിക്കും. റയൽ ഐൻ, ഓരോരുത്തർക്കും അവൻ്റെ കണ്ണിന് നേരെ ഈ 2 പുഴകളെയും കാണാൻ സാധിക്കും. മാഉൽ ബീൽ, ഒന്ന് നല്ല ശുദ്ധമായ തണുപ്പുള്ള വെള്ളമുള്ള പുഴ. വൽ ആഖറു റയൽ ഐനി നാറുൻ തഅജ്ജജ്, കത്തിജ്വലിക്കുന്ന തീയിൻ്റെ പുഴ. സഹോദരന്മാരെ, ഇവിടെയാണ് അത്ഭുതമുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അമ്മാ അദ്റകന്ന അഹദുൻ ഫൽയതി അൻ-നഹ്റല്ലദീ യറാഹു നാറ. വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു, ഈ 2 പുഴകളെ അഭിമുഖീകരിക്കുവാൻ അഥവാ നിങ്ങൾക്ക് വിധിയുണ്ടായാൽ നിങ്ങൾ തീ കത്തുന്ന പുഴയിലാണ് പ്രവേശിക്കേണ്ടത്. കാരണം ആ ദജ്ജാലിൻ്റെ തീ അത് തണുത്ത വെള്ളമാണ്. ആ ദജ്ജാലിൻ്റെ തണുത്ത വെള്ളം എന്ന് പറയുന്നത് കടുത്ത തീയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ ഈ ശീതളമായ തണുത്തുറച്ച അവൻ്റെ വെള്ളം കാണുമ്പോൾ അതിൽ വഞ്ചിതരായി അങ്ങോട്ട് ചെല്ലരുത്. നേരെ മറിച്ച് നിങ്ങൾ കത്തുന്ന പുഴയുടെ നേരെ പോകണം, അവിടെയാണ് തണുത്ത വെള്ളമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെ ഫൽയുഗ്മദ്, അവൻ കണ്ണടക്കട്ടെ. സുമ്മല യതാത റസുഹു, പിന്നെ തല താഴ്ത്തട്ടെ. ഫയശ്റബു മിൻഹു, ആ തീയുള്ളിടത്ത് നിന്ന് അവൻ കുടിക്കട്ടെ. അത് ഫൈന്നഹു മാഉൻ ബാരിദുൻ, അത് തണുത്ത വെള്ളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു, നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു പറയാണ്, കാല ഖുൽനാ യാ റസൂലല്ലാഹ് മാ ഇസ്റാഉഹു ഫിൽ അർള്, ഇവൻ്റെ വേഗത ഈ ഭൂമി മുഴുവൻ സഞ്ചരിക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ആണ് മസീഹുദ് ദജ്ജാൽ, ഈ ഭൂമി മുഴുവൻ സഞ്ചരിക്കുന്ന കള്ളനായ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യലോകത്തിന് പരീക്ഷണമായി അയക്കുന്ന ഈ ദുശക്തി, അവൻ്റെ വേഗത എങ്ങനെയാണ്? കാലക്കൽ ഗൈസ്, മഴ പോലെയാണ്. ഇസ്തദ്ബറത്ത് ഹുർരിയഹ്, കാറ്റ് എല്ലായിടത്തേക്കും ആ മഴവെള്ളത്തെ, മഴത്തുള്ളികളെ കൊണ്ടുപോകുന്നത് പോലെ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഇവൻ സഞ്ചരിക്കും. ഫയതി അലൽ ഖൗമി ഫയദഊഹും, അങ്ങനെ അവൻ പല ജനങ്ങളെയും അഭിമുഖീകരിക്കും, അവരെയൊക്കെ അവൻ്റെ ദീനിലേക്ക് ക്ഷണിക്കും. ഫയുമിനൂന ബിഹി, വിശ്വസിക്കും ആളുകൾ, കാരണം അങ്ങനെയുള്ള അത്ഭുതങ്ങളല്ലേ അവൻ കാണിച്ചു കൊടുക്കുന്നത്. ഫയസ്തജീബൂന ലഹു, അപ്പോൾ അവർ അവന് ഉത്തരം ചെയ്യും. നല്ല ഉറപ്പുള്ള ഈമാനുള്ള സത്യവിശ്വാസികൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അവൻ്റെ ഫിത്നയിൽ അകപ്പെടും. ഫയുമുറുസ്സമാ ഫതുംതിർ, ഈ ജനമഹാസദസ്സിൻ്റെ മുമ്പിൽ വെച്ച് അവൻ ആകാശത്തോട് മഴ പെയ്യട്ടെ എന്ന് പറയും. അങ്ങനെ ആ ഭൂമി ആകാശത്തിൽ നിന്ന് മഴ കുത്തിച്ചൊരിയും. വല്ലർലു, ഭൂമിയോട് അവൻ പറയും വല്യമ്പുത്ത്, അങ്ങനെ ധാന്യങ്ങളും സസ്യലതാദികളും മുളച്ചു പൊന്തട്ടെ എന്ന് തരിശായ ഭൂമിയെ നോക്കി അവൻ കൽപ്പിക്കും. വഫീഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ യഅതിൽ ഖൗമ, പിന്നെ വേറൊരു വിഭാഗം ജനങ്ങളുടെ അടുക്കലേക്ക് അവൻ ചെല്ലും. ഫയദഊഹും, എന്നിട്ട് അവരെ അവൻ്റെ ദീനിലേക്ക് ക്ഷണിക്കും. ഫയറുദ്ദൂന അലൈഹി ഖൗലഹു, അങ്ങനെ അവൻ്റെ ക്ഷണം സ്വീകരിക്കാതെ അവനെ തള്ളിക്കളയും. വിശ്വാസികളായ ഒരു സമൂഹത്തിൻ്റെ അടുക്കൽ അവരെത്തുമ്പോൾ
ആ മസീഹുദ് ദജ്ജാലിൻ്റെ ക്ഷണം സ്വീകരിക്കാതെ അവനെ അവർ തള്ളിക്കളയും. ഫയൻസരിഫ് അൻഹും, അപ്പോൾ അവൻ അവരിൽ നിന്ന് പിരിഞ്ഞു പോകും. പക്ഷേ ഫയുസ്ബിഹൂന മംലഹീൻ, അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും പിറ്റേന്നാവുമ്പോഴേക്ക് നശിച്ചിട്ടുണ്ടാവും. കൃഷികൾ നശിച്ചിട്ടുണ്ടാവും, മൃഗങ്ങൾ ചത്തുപോയിട്ടുണ്ടാകും, അവരുടെ മുഴുവൻ നാഗരികതയും തകരാറായി പോയിട്ടുണ്ടാകും. ആ രൂപത്തിൽ അവൻ്റെ അംഗീകാരം അല്ലെങ്കിൽ അവൻ്റെ ക്ഷണം സ്വീകരിക്കാത്തവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ലൈസ ബി ഐദീഹിം ശൈഉം മിൻ അംവാലിഹിം, അവരുടെ സ്വത്തൊന്നും അവരുടെ കയ്യിൽ ബാക്കിയുണ്ടാവുകയില്ല. അങ്ങനെ വയമുറു ബിൽ ഖർബത്തി വയഖൂൽ ലഹാ, ഈ തരിശായി കിടക്കുന്ന ചളിയും അതുപോലെ തന്നെ വളരെയധികം മോശപ്പെട്ട കാര്യങ്ങളും കിടക്കുന്ന ഭൂമിയെ നോക്കിക്കൊണ്ട് അവർ പറയും, ഉഖ്രിജി കുനൂസക്കി, നിന്റെ ഭൂമിയുടെ അടിയിലുള്ള ആ ലോഹങ്ങൾ, ഇതിന് സ്വർണം അതുപോലെയുള്ള വിലപിടിച്ച ഭൂമിക്കടിയിലെ നിധികൾ ഇതാ പുറത്തു വരട്ടെ എന്ന് ആ ഭൂമിയോടവൻ പറയും. അങ്ങനെ കുനൂസുഹ, അപ്പോൾ ഇവൻ നടക്കുന്നിടത്തൊക്കെ ആ ഭൂമിയിലെ ഖനിജങ്ങൾ അല്ലെങ്കിൽ ആ ഭൂമിയിലെ നിധികൾ പുറത്തേക്ക് വന്നുകൊണ്ട് ധാരാളമായി സമ്പത്തിൻ്റെ കുന്നുകൂമ്പാരങ്ങൾ ഭൂമിയിൽ ഇവൻ സഞ്ചരിക്കുന്നിടത്തൊക്കെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കാരക്ക മരം ഉയർന്നു നിൽക്കുന്നത് പോലെ, ഈത്തപ്പന മരമില്ലേ, ആ ഈത്തപ്പന മരം ഉയർന്നു നിൽക്കുന്നത് പോലെ ഈ ഭൂമിക്കടിയിലുള്ള നിധികളെല്ലാം പുറത്തേക്ക് വന്ന് ഇങ്ങനെ സാഹൂതം അവൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നിൽക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊക്കെ മനുഷ്യർക്ക് വരാൻ പോകുന്ന പരീക്ഷണങ്ങളാണ്. ഇതൊരു സഹോദരന്മാരെ, അത് മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദുശക്തിയിൽ നിന്ന് രക്ഷ ചോദിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫിത്നയിൽ നിന്ന് നമ്മളെ എല്ലാവരെയും അതുപോലെ തന്നെ മനുഷ്യലോകത്തെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد أيها الإخوان أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയത്ബഉഹു മിമ്മൻ യുഫ്തതിന ബിഹി, ആ ദജ്ജാലിനാൽ വഴിപിഴപ്പിക്കപ്പെട്ട പരീക്ഷിക്കപ്പെട്ട ആളുകളൊക്കെ അവനെ പിൻപറ്റും. അങ്ങനെ വലാ യൻജു ഇല്ലാ മൻ അസമഹുല്ല, അല്ലാഹ് കാവൽ നൽകിയവരൊഴിച്ച് ബാക്കി എല്ലാവരും അവൻ്റെ ഫിത്നയിൽപ്പെടും. വഹ്ഫിളഹു ഹത്താ ഈസബിന് മറിയം, അങ്ങനെ ഈസബിന് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടും. ഫഅമ്മഹും ഫൈദാ റആഹു അദുവുല്ലാഹ്, അങ്ങനെ ഈസാ നബിയെ കാണേണ്ട താമസം ഈ ദജ്ജാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദാബ കമാ യദൂബുൽ ബിൽഹുമിൽ മാ, അവൻ്റെ പേടിച്ചരണ്ട് വെള്ളത്തിൽ ഉപ്പലിയുന്ന മാതിരി ഈ വലിയ ശക്തനും ഖേമനുമായ ഈ ദജ്ജാൽ ഈസബിന് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുമ്പോൾ വെള്ളത്തിൽ ഉപ്പലിയുന്ന മാതിരി അലിഞ്ഞു പോകും. പക്ഷേ വലു തറക്കഹു, അവനെ ഒന്നും ചെയ്യാതെ ആ ദജ്ജാലിനെ ഇവിടെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വെറുതെ വിട്ടാൽ സ്വാഭാവികമായും അവൻ അങ്ങനെ തന്നെ ആ ഭൂമിയിൽ നശിച്ചു പോകും. പക്ഷെ അങ്ങനെ വെറുതെ വിടുകയില്ല. നേരെ മറിച്ച് എന്താണ്, വലാകിൻ യഖ്തുലുഹു, ആ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദജ്ജാലിനെ കൊന്നുകളയും. ബിയദി, തൻ്റെ കൈകൊണ്ട് ആ ദജ്ജാലിനെ കൊന്നുകളയും. ഫയുരീഹിം ദമഹു, ആ ദജ്ജാലിനെ കൊന്ന രക്തം അവിടെ കൂടിയ ജനങ്ങൾക്ക് അദ്ദേഹം കാണിച്ചു കൊടുക്കും. ഫി ഹിർബത്തി, തൻ്റെ കുന്തത്തിൽ, ഈ ദജ്ജാലിനെ കൊന്ന തൻ്റെ കുന്തത്തിൽ ദജ്ജാലിൻ്റെ രക്തം പുരണ്ടത് അന്ന് സമൂഹത്തിന് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കും. ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് തന്നെ ദജ്ജാലിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹഫിള അശ്റ ആയാത്തി മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 വചനങ്ങൾ ആർക്കെങ്കിലും മനഃപ്പാടമുണ്ടെങ്കിൽ ഈ ദജ്ജാലിൻ്റെ ഫിത്ന വരുന്ന സന്ദർഭത്തിൽ അത് പാരായണം ചെയ്താൽ ആ ഫിത്നയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, നരകത്തിലെ ശിക്ഷയിൽ നിന്ന് ഖബറിലെ ശിക്ഷയിൽ നിന്ന് പടച്ചവനെ എന്നെ നീ രക്ഷപ്പെടുത്തണമേ. അദാബിൻ നാർ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. വമിൻ ഫിത്നത്തിൽ മഹിയാ വമാതി, അഥവാ ജീവിതത്തിലും മരണപ്പെട്ടതിന് ശേഷവുമുള്ള എല്ലാ നാശങ്ങളിൽ നിന്നും
ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു. അതൊരു പ്രാർത്ഥനയാണ്. അത് ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രണ്ട് നെറ്റിക്കിടയിൽ കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കാഫിർ എന്ന പദം വായിച്ചുകൊണ്ട് തന്നെ ഇവൻ ആരാണ് എന്ന് വിശ്വാസികൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതാണ് ചുരുക്കത്തിൽ മസീഹു ദജ്ജാൽ. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദുഷിച്ച ശക്തിയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയും മസീഹു ദജ്ജാലിൻ്റെയും അതുപോലെയുള്ള പൈശാചിക ശക്തികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടി അള്ളാഹു നമ്മളെ ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരണപ്പെടുത്തുകയും ഈമാനോടുകൂടി മഹ്ശറയിൽ വിശ്വാസികളോടൊപ്പം സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.